ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വരാൻ പോകുന്ന സമയം എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, വരാൻ പോകുന്ന സമയത്ത് എന്ത് പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. 333യുടെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഭയങ്കരമായിട്ട് പ്രഭാവമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. മുന്നുള്ള പല റീഡിങ്ങിലും 33 നമ്പർ നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ ഒരു 333 നമ്പർ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു പരിവർത്തനം കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ സമയം വരും, എപ്പോഴായാലും എൻ്റെ സമയം വരും. ഇപ്പോൾ എൻ്റെ മോശം അവസ്ഥയാണെങ്കിൽ നാളെ എൻ്റെ നല്ല അവസ്ഥയായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ദുഃഖം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ദുഃഖത്തെ എടുത്തുകൊണ്ട് പോകുകയാണ് ചെയ്യുന്ന ആ മിറാക്കിൾ. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു അവസ്ഥ മാറും എന്ന് ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുക, ഡൗട്ട് ചെയ്യരുത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളുമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ എല്ലാ കപ്പും നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള പട്ടിക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റ്, 10 രൂപയുടെ ബിസ്ക്കറ്റ് അത് വാങ്ങിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്താണോ അത് ആ ബ്രൗൺ കളർ നിറത്തിലുള്ള പട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തുകയും ചെയ്യും. പിന്നെ ഒരു ഉപായമെന്ന് പറയുന്നത് ശിവഭഗവാന് ജലധാര നടത്തുന്നതാണ്. അതും വളരെ നല്ലൊരു ഉപായമാണ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ശാന്തി ലഭിക്കുക ചെയ്യും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, എപ്പോഴും ഒരു ആരുമില്ല എന്നുള്ള തോന്നൽ, ഒറ്റപ്പെടൽ, എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ, എപ്പോഴും കൺഫ്യൂഷൻ, ഇതൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ജലധാര ചെയ്യുമ്പോൾ മാറുന്നതാണ്. വളരെ നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ചില സമയം എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഉപായം ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വിഘ്നം അവിടെ വരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ബ്രൗൺ കളർ ഡോഗിക്ക് ആഹാരം കൊടുക്കാൻ, അതിലും ചിലപ്പോൾ വിഘ്നങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ആഹാരം കൊണ്ട് പോകുമ്പോൾ പേടിക്കും, ആ പട്ടി നമ്മളെ കടിക്കുമോ എന്ന്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റായ ബിഹേവിയർ അവരോട് ചെയ്യരുത്, പ്രത്യേകിച്ച് ബ്രൗൺ കളർ ഡോഗിയോട്. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാണത് ദോഷം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ ചെയ്യണ്ട. പക്ഷേ തെറ്റായ രീതിയിൽ ആ ഡോഗിയോട് നമ്മൾ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് ആ ഉപായം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശിവലിംഗത്തിൽ ജലം അർപ്പിക്കുന്നത് അത് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് 100% സ്വപ്നത്തിൽ ശിവലിംഗം കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഇമേജ് ത്രൂ, വീഡിയോ ത്രൂ ജലം അർപ്പിക്കുന്ന ആ ഒരു ഇമേജ് നിങ്ങൾക്ക് അടിക്കടി നിങ്ങളുടെ ആ മൊബൈലിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജലധാര കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറപ്പായിട്ടും നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പോയി ജലധാര നിങ്ങൾ ചെയ്യുക ശിവഭഗവാന്. ചില ആൾക്കാർക്ക് ഭഗവാന്റെ ആശീർവാദം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ റീഡിങ്ങിൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, എനിക്ക് അങ്ങനെ സംഭവിച്ചായിരുന്നു അല്ലോ എന്ന്. ഇവിടെ എന്തോ ഒരു നല്ല ഒരു സംയോഗം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ്. ആ ഒരു യോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഒരു ശത്രുക്കൾക്കും നിങ്ങളുടെ ആ ഒരു യോഗം തടയാൻ സാധിക്കത്തില്ല. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. ആ യോഗം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങളുടെ ഭാഗ്യത്തിന്, നിങ്ങളുടെ ലക്കിന് ഇത്രമാത്രം ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ശ്രമിച്ചാൽ പോലും ആ ഒരു പ്രൊട്ടക്ഷനെ തകർക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇത് കേതു ഭഗവാന്റെ ഊർജ്ജമാണ്. അതായത് ആ ഭഗവാൻ നിങ്ങൾക്ക് ഇത്രമാത്രം സേഫ്റ്റിയോട് കൂടിയാണ് ഒരു സന്തോഷം തരുവാൻ പോകുന്നത്. ഇത്രയും വരെയുള്ള ആ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടില്ല. എപ്പോഴും തടസ്സങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങളെ ആ വിജയത്തിലേക്ക് നയിക്കുന്നതിന് സമയം എടുപ്പിക്കുന്നു.
ഇവിടെ എന്തായാലും നിങ്ങൾക്ക് പരാജയം ഒത്തിരി ഉണ്ടായി. ആ ഒരു പരാജയം നിങ്ങളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം വേറെന്തോ ആണ്. അതുകൊണ്ടാണ് ആ ഒരു പരാജയം അവിടെ വന്നത്. കാരണം നിങ്ങൾക്ക് പറക്കേണ്ടത് വേറെ ഒരു മാർഗത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു തടസ്സം വന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. വിജയത്തിൻ്റെ പടികൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി കയറാൻ സാധിക്കുന്നതാണ്. നമ്മൾ തെറ്റായ മാർഗത്തിൽ പോകുമ്പോഴാണ് ദൈവം നമ്മളെ അവിടെ തടസ്സപ്പെടുത്തുന്നത്. അതെന്തിനെന്ന് വച്ചാൽ നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് എന്ന് കാണിക്കാനാണ്. ഇവിടെ ഈ ഒരു പ്രകൃതി എന്തോ നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ച് വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചില ആൾക്കാരുടെ ഗ്രഹനില നോക്കുമ്പോൾ 90% അവരുടെ ആ ഒരു ഗ്രഹനില നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരിക്കും. വെറും 10% അവർക്ക് ഈശ്വരാധീനം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓരോ കാൽവയ്പും വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. കാര്യങ്ങൾ വളരെ മോശമായി പോകുന്നെങ്കിൽ നമ്മൾ അത്രത്തോളം ആഴത്തിൽ പോയി എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് പഠിച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് എടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ വീണ്ടും വീണ്ടും സ്റ്റെപ്പ് എടുത്ത് പിന്നെ വീണ്ടും വീണ്ടും അത് മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകരുത്. കാരണം ചില ആൾക്കാരുടെ ഗ്രഹനിലയുടെ ആ ഒരു സ്ഥിതി അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമോഷൻ ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കർമ്മ ഒരിക്കലും മോശമായി പോകത്തില്ല. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും നിങ്ങൾ ബാലൻസാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല ഉപായം ഞാൻ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന്. ചൊവ്വയുടെ ദോഷം ഉള്ള ആൾക്കാർക്ക് ദേഷ്യം പെട്ടെന്ന് വരും. അതായത് ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും എല്ലാം പെട്ടെന്ന് അവർ പ്രതികരിക്കും. ദേഷ്യം ഉള്ളവരായിരിക്കും. അതായത് അവരുടെ ആക്ഷനും റിയാക്ഷനും എല്ലാം തെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ അവരുടെ ഊർജ്ജത്തെ അവരുടെ എനർജിയെ ബാലൻസിലാക്കിയാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിൽ ഏത് ഗ്രഹത്തിനാണ് ദോഷം ഉള്ളത് എങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലും അതിൻ്റെ ആ ഒരു ദോഷഫലം ഉണ്ടാവും. അപ്പോൾ അത് എന്താണെന്ന് ആദ്യം നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ടുപോയി ഗ്രഹനില കാണിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ ദോഷമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രതിക്രിയകൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എപ്പോഴും ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തെറ്റായ രീതിയിലുള്ള ആ ഒരു കർമ്മമോ തെറ്റായ രീതിയിലുള്ള ആക്ഷനോ നിങ്ങൾ എടുക്കത്തില്ല. ഒരു വ്യക്തി എത്ര തന്നെ മോശം സമയമാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയെ ബാലൻസിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രഭാവം ഉണ്ടാവത്തില്ല. അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഏത് ഗ്രഹത്തിൻ്റെ ദോഷഫലമാണ് ഉള്ളത് എന്ന് നോക്കണം. ഞാനിങ്ങനെ പറയാൻ കാരണം ഓരോരുത്തർക്കും ഓരോ ഗ്രഹനിലയാണ്. അതിലേത് ദശാകാലമാണ് നടക്കുന്നതെന്ന് അവർക്കേ അറിയാവൂ. ചിലർക്ക് രാഹുകാലമായിരിക്കും, കേതുകാലമായിരിക്കും, ചില ആൾക്കാർക്ക് ശുക്രദശയായിരിക്കും, വ്യാഴദശയായിരിക്കും, ചന്ദ്രദശയായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദശാകാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് മോശം ദശാകാലം ഉണ്ടോ എങ്കിൽ മാത്രം നിങ്ങൾ പരിഹാരം ചെയ്താൽ മതി. നല്ല ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്തോ ഒരു ഓഫർ നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫർ ആയിരിക്കാം ചിലപ്പോൾ. ഇവിടെ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് വേറെ ജോബ് അന്വേഷിക്കണം, അല്ലെങ്കിൽ വേറെ ബിസിനസ് ഐഡിയ അപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുകയായിരിക്കാം. അതായത് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള മോശം സ്ഥിതിയിൽ കൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതം മാറ്റണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ചെറിയ സ്റ്റെപ്പിൽ കാര്യം നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ വലിയ എന്തെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കണം എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏതോ വ്യക്തിയുടെ ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പാർട്ട്ണർഷിപ്പിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ആരെങ്കിലും റിലേറ്റഡ് ആയിട്ട് ക്യാഷിൻ്റെ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് അല്ലെങ്കിൽ നല്ല ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളരും എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഓഫർ വരുമ്പോൾ ഈ വ്യക്തി കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഇവരുടെ വാക്കുകളാണ് ശരി, അങ്ങനെ ഒരു സംസാരം ഇവരുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സഹായം ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ഒരാളെ നിങ്ങളുടെ അടുത്തേക്ക് വിടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വരുന്ന വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയായിരിക്കും. അവരുടെ ആ ഒരു സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ കുറച്ചൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് പറയാൻ കാരണം ഒരു വ്യക്തിയുടെ മാത്രമല്ല ഓഫർ വരുന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഓഫർ നിങ്ങൾക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനത്തെ വ്യക്തി ആവാൻ സാധ്യതയുണ്ട്, അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതായത് ഒരു വ്യക്തി ഇങ്ങനെയുള്ളത്, മറ്റേ വ്യക്തി നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും, നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ ഓഫറിൽ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ വരും, ഒരു വ്യക്തി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന്, എന്നിട്ട് അവരുടെ ഓഫർ നിങ്ങൾ സ്വീകരിക്കുക. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡിൽ പെരുമാറും, ഒരു വ്യക്തി വളരെ സൗമ്യമായിട്ട് പെരുമാറും. അപ്പോൾ ഏത് വ്യക്തിയെ വേണമെന്ന് വളരെ ആലോചിച്ച് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഇനി റിലേഷനിൽ ഒരാൾ ഓഫറുമായിട്ട് വരുമെന്ന് പറഞ്ഞില്ല, അതിൽ ഒരാൾ നല്ല പഠിത്തവും വിദ്യാഭ്യാസവും നല്ല കഴിവും ജോലിയൊക്കെ ഉള്ള നല്ലൊരാളായിരിക്കും. പക്ഷേ ഒരാൾ അത്രയ്ക്ക് അങ്ങനെ വിദ്യാഭ്യാസമോ കഴിവോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളായിരിക്കാം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി സ്റ്റേബിളായിട്ടുള്ള വ്യക്തിയായിരിക്കാം, മറ്റേ വ്യക്തി സ്റ്റേബിളാണ്, പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ ഇവരെയും കാട്ട് സ്റ്റേബിൾ മറ്റേ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസവും പഠിത്തവും നല്ല കഴിവുമുള്ള വ്യക്തിക്ക് കുറച്ച് ഈഗോ കൂടുതലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈഗോ ഇല്ലാത്തവരാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഈഗോ ഉള്ള വ്യക്തി ഭയങ്കര ഷോ ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് സമയം ചിലവാക്കുന്നത്. അതായത് എനിക്കിതുണ്ട്, എനിക്കതുണ്ട്, ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള വ്യക്തി മുന്നോട്ട് പോയിട്ട് ചിലപ്പോൾ സ്നേഹം കൊണ്ട് ജീവിതം പോകാൻ പറ്റത്തില്ല, പൈസയ്ക്കാണ് വേണ്ടത്, പൈസയൊക്കെയാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്, അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റേ വ്യക്തി അങ്ങനെയല്ല, ഈഗോ ഇല്ല, അവർ സ്നേഹത്തിനാണ് വാല്യൂ കൊടുക്കുന്നത്, പൈസയ്ക്കല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് രീതിയിലുള്ള അലയൻസ് വരും. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സൗമ്യമായിട്ടുള്ള ബന്ധം, അതായത് മറ്റേ വ്യക്തിയുമായിട്ട് അത്രയ്ക്ക് സ്റ്റേബിൾ അല്ല എങ്കിൽ പോലും ഈ വ്യക്തി ബന്ധങ്ങൾക്ക് കൂടുതലായിട്ട് വില കൊടുക്കും, നല്ല രീതിയിൽ സൗമ്യമായിട്ട് പെരുമാറും നിങ്ങളോട്. പക്ഷേ മറ്റേ വ്യക്തി ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്ന, പൈസയ്ക്കും പിന്നെ അവരുടെ കയ്യിലുള്ള പണത്തിനും പിന്നെ ഈഗോയ്ക്കുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ സൗമ്യമായിട്ട് പെരുമാറുന്ന ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ലതായിട്ട് മുന്നോട്ട് പോകും, ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഫോക്കസ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ചിന്തയാണ് ഉള്ളത്, കരിയർ റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ജീവിതം റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിന്തയാണുള്ളത്. അങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഒരു ടൈം നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ലഭിച്ചു, പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ആ ഒരു സക്സസ്സോ റിവാർഡോ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല, അതാണ് നിങ്ങളുടെ വിഷമത്തിന് കാരണം. ഇവിടെ 3-3യുടെ ആ ഒരു എനർജി പറയുന്നത് കുറച്ച് സമയത്തേക്ക് നിങ്ങളെ ദൈവം സ്റ്റക്കാക്കി വച്ചേക്കുന്നതാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയാണ്, പക്ഷേ ഒരു സമയമാകുമ്പോൾ എല്ലാ വഴികളും തുറന്ന് കിട്ടുന്നതായിട്ട്, നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ദൈവമേ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല എന്നായിരിക്കും നിങ്ങൾ അപ്പോൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒന്നല്ല, ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങളുടെ പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ പല കാര്യങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് വച്ചേക്കാണിപ്പോൾ. അതിലെല്ലാം നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 6 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു നല്ല ഗുഡ് ന്യൂസ് കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു ന്യൂസായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടോ അല്ല എങ്കിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടോ ഉള്ള ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന 6 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ. ആ ഒരു വാർത്ത കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുമാ എനിക്ക് വിജയിക്കാൻ സാധിച്ചോ എന്ന്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് 10 എനർജിയും 6 എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാണ്. അതായത് ഓരോ വ്യക്തികളും നിങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് ദ്രോഹിച്ചിട്ടൊക്കെ പോകുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു ഇതെന്താ ഇവർക്ക് കർമ്മ റിട്ടേൺ ഉണ്ടാവാത്തത് എന്ന്. പക്ഷേ ഇനി അവർക്ക് കർമ്മ റിട്ടേൺ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു അത്യാചാരം നിങ്ങൾക്കെതിരെ ഉണ്ടാവത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ ജസ്റ്റിസ് നിങ്ങളുടെ മേൽ നടക്കുന്നത്. ഇവിടെ ചില വ്യക്തികൾ ഇങ്ങനെയാണ്. അവരെ ദൈവം കുറേ പ്രാവശ്യം വാണിംഗ് കൊടുക്കും നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന്. പക്ഷേ എന്നിട്ടും മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം ലഭിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. അതേപോലെ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കും അവരുടെ കർമ്മത്തിൻ്റെ ബലം ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ അന്യായം ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ബലം കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഇനിയും പല ന്യായത്തിൻ്റെ ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ എന്തെങ്കിലും ലീഗലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പുറത്തുള്ള ആൾക്കാർ ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ കാരണം നിങ്ങളുടെ ഹൃദയം ഒത്തിരി വേദനിച്ചു. പുറത്തുള്ള ആൾക്കാർ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഒത്തിരി മോശം സംഭവിച്ചു. അതായത് നിങ്ങളുടെ വീട്ടിലുള്ളവരല്ല, വീട്ടിന് പുറത്തുള്ളവർ. ഇവിടെ ചില ആൾക്കാരുടെ പ്ലാനിങ് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ മോശം വരുത്താൻ ആയിരുന്നു. അങ്ങനെ അവരുടെ പ്ലാനിങ് അനുസരിച്ച് പല കാര്യങ്ങളും മോശമായി നിങ്ങളുടെ ആ ഒരു വർക്കിൽ നടന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ന്യായം സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ജോലിയിൽ മോശം ദൃഷ്ടി വച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു മോശം ദൃഷ്ടി യൂണിവേഴ്സിൻ്റെ ആ ഒരു കൃപ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു ജോലി എന്താണോ അതിനെ ഇല്ലാതാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾ ബാക്കിൽ വരണം, ഫ്രണ്ടിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയിലും ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥിതി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ കൂടെ തെറ്റ് സംഭവിക്കുകയില്ല. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ കൂടെ വളരെ മോശം രീതിയിൽ പെരുമാറിയത്, കാശിൻ്റെ അഹങ്കാരം നിങ്ങളോട് കാണിച്ചത്, ആ വ്യക്തിക്ക് അവർ ചെയ്തതിൻ്റെ ആ ഒരു കർമ്മഫലം ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ കള്ളത്തരം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ്. അതായത് ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചത് എന്താണെന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഇവിടെ ഒരു വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഇവർ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കാരണം വേറൊരു വ്യക്തി ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എത്ര തന്നെ കള്ളം പറഞ്ഞാലും ഈ വ്യക്തി എത്ര തന്നെ നിങ്ങളെ ഉപദ്രവിച്ചാലും വേറൊരു വ്യക്തിക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനൊരിത്. കാരണം ഈ വ്യക്തിയുടെ കള്ളത്തരം ആരുടെയും മുന്നിൽ വരുന്നില്ല. അതാണ് മെയിൻ റീസൺ. ഈ വ്യക്തിയുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിൽ വരുമ്പോൾ ഇവരുടെ ആ ഒരു സത്യം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ഈ വ്യക്തി 2 മുഖമായിട്ടാണ് നടക്കുന്നത്. ഡബിൾ പേഴ്സണാലിറ്റിയാണ്. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷൻ പറയുന്നത് ഇവർ എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. പുറമേ വൈറ്റ് കാണിച്ചിട്ട് ഉള്ളിൽ ഒരു കറുപ്പ് മറച്ചു വയ്ക്കുകയാണ് ഇവർ. അതായത് നെഗറ്റിവിറ്റി ഉള്ളിൽ മറച്ചു വയ്ക്കുകയാണ്, പുറമേ പോസിറ്റിവിറ്റി കാണിച്ചിട്ട്.
ഇവിടെ ഇവരുടെ ഒരു സ്വഭാവം പറയാം. നിങ്ങളെ ആരെങ്കിലും പുകഴ്ത്തി പറയാണ്. ഇവരെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവർക്ക് ആരെങ്കിലും ഇവരെ പുകഴ്ത്തി പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെ ആരെങ്കിലും പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഇവരുടെ മുഖഭാവം മാറുന്നതാണ്. ഇവിടെ എന്തായാലും ഈ വ്യക്തിയുടെ ഒരു പ്ലാനിങ്ങും നിങ്ങളുടെ മേൽ എഫക്റ്റ് ആവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഒത്തിരി കള്ളം പറയും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇങ്ങനെയാണ്, അതായത് പുറമേ നിങ്ങളോട് നല്ലതാണ് എന്ന് പെരുമാറും, പക്ഷേ പിന്നെയും വീണ്ടും നിങ്ങളെ ദ്രോഹിക്കും. വീണ്ടും നല്ലതാണെന്ന് പെരുമാറും, വീണ്ടും ദ്രോഹിക്കും. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ചതിക്കാം. ഇവിടെ ഈ ഒരു പ്രാവശ്യം ഈ വ്യക്തി ഈ രീതിയിലാണ് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഇവരുടെ എല്ലാ സ്വഭാവവും അപ്പോൾ പുറത്തു വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇനി ഇവർ ആലോചിക്കുന്നത് ഇനി ഏത് രീതിയിൽ നിങ്ങളോട് പെരുമാറണം, ഏത് രീതിയിൽ ഇനി പ്ലാനിങ് ചെയ്യണം, അതൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും വിക്ടറി ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇനി ഇവരുടെ ലൈഫിലും നിങ്ങളോട് ഇവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത്, എന്തൊക്കെയാണോ ചെയ്തത്, അതേപോലെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിലും ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് സ്ഥിതിയിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോയത് അതേപോലെ ഈ വ്യക്തിക്കും കടന്നു പോകേണ്ട അവസ്ഥ വരും. ഇവിടെ തീവ്രഗതിയിൽ എന്തോ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തോ നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ ജോബ് റിലേറ്റഡായിട്ട്, ബിസിനസ് റിലേറ്റഡ് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്ന്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിനോട് കൂടെ തന്നെ പൈസ റിലേറ്റഡായിട്ട് ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ആ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ 11th ഹൗസിൽ രാഹു ആണെന്നാണ്. കാരണം നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയും ഈ വ്യക്തിയെ കൊണ്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. പക്ഷെ ഒരു സമയം ഇങ്ങനെ വരും, നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് പോലും അതിശയം തോന്നും. ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ, ഈ വ്യക്തി എന്തെല്ലാം ചെയ്യുന്നു എന്ന് ഈ പറഞ്ഞവർ തന്നെ പറയും. ആ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അതായത് ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ തോന്നും. ആ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിജയം കിട്ടും. ആ ഒരു ഐഡിയ നല്ല രീതിയിൽ ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരിക്കാം ഇങ്ങനെ ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ആ രീതിയിൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. രാഹുവിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യനെ പെട്ടെന്നായിരിക്കും പൈസ ഉള്ള ആളാക്കി മാറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കരിയർ റിലേറ്റഡായിട്ട് വളരെ നല്ല ഒരു സക്സസ് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കരിയറിലൂടെ നിങ്ങൾ വിജയിക്കും. 11th ഹൗസിൽ രാഹു ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. കാരണം പെട്ടെന്നായിരിക്കും നിങ്ങൾക്കൊരു ഐഡിയ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇപ്പോഴുള്ള അവസ്ഥ കണ്ട് വിഷമിക്കരുത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോവുക. ചില ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിയേ, ഒരു നിമിഷം കൊണ്ടാണ് അവർ പണക്കാരായി മാറുന്നത്. അതുപോലെ നിങ്ങൾക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഐഡിയയിലൂടെ, നിങ്ങളുടെ ആ ഒരു കരിയറിലൂടെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഈശ്വരനിലുള്ള പ്രതീക്ഷയും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലുള്ള പ്രതീക്ഷയും. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ നമുക്ക് സന്തോഷമായിരിക്കും. എപ്പോൾ വേണോ നമ്മുടെ സമയം മറിയും. നമുക്ക് ലക്കിൻ്റെ സപ്പോർട്ട് എപ്പോൾ വേണോ ലഭിക്കാം. അങ്ങനെ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇതൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.